അങ്ങനെ നമ്മുടെ ത്രോട്ടിൽ ബോഡി കയറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തടാ. ഈ പ്രശ്നം എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ ഇപ്പൊ തൽക്കാലം ഇത് സത്യം പറഞ്ഞാൽ വണ്ടി നിർത്തിക്കളാം. ഈ പ്രശ്നം സത്യം പറഞ്ഞാൽ നമ്മുടെ ത്രോട്ടിൽ ബോഡിയുടെ പ്രശ്നമല്ല. ഈ 1500 RPM കയറി നിൽക്കുന്നത് അത് ECM-ന്റെ എറർ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാവരും ത്രോട്ടിൽ ബോഡി എന്ന് വിചാരിച്ചിട്ട് ത്രോട്ടിൽ ബോഡി ഒന്നും മാറിയിട്ട് കാര്യമില്ല. ECM തന്നെ മാറണം. ഇത് VTEC-ആണ് വണ്ടി. VTEC-ന്റെ ECM നമ്മുടെ വേറെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാര്യം അപ്പം തന്നെ പിടികിട്ടി. ഇത് ഇപ്പോൾ ECM മാറാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഈ IACV വാൽവിൻ്റെ മുകളിലെ ഈ സ്ക്രൂരി പയ്യെ ഊരി എടുക്കണം. ഇത് ത്രോട്ടിൽ ബോഡിയുടെ ഇഷ്യൂ തന്നെയാണ്. 1500 RPM ഇങ്ങനെ കയറി പിടിക്കുന്നതാണ്. അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളാ. ഇത് കറക്കി നമുക്ക് RPM സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ RPM താഴും. ആയിരം 800 1000 900 1000. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് ഈ സ്ക്രൂ ഇടാൻ പറ്റത്തില്ല. ഇത് ഒട്ടിച്ചു വെക്കാനേ പറ്റുള്ളൂ. ഇതൊരു താൽക്കാലികമായിട്ട് മാറ്റുന്ന മാത്രം ഒരു പരിപാടിയാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. ഇതിപ്പം ഈസിയായിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. പിന്നെ ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഓടണമല്ലോ, വണ്ടി ഓടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ ECM-ന്റെ പ്രശ്നം കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെക്കൻഡ് എടുത്ത ECM. കറക്റ്റ് പ്രശ്നം ഇത് താൽക്കാലികമായിട്ട് മാത്രം ചെയ്യാനാണ്. എപ്പോഴും നമ്മുടെ ഇപ്പം ECM കാണണമെന്നില്ല. വണ്ടി ഓടേണ്ട സാഹചര്യം വരുന്നതിന് മാത്രം ചെയ്യാനാണ്. പിന്നെ ഇത് നമുക്ക് ഒരിക്കലും സ്ക്രൂ ഇടാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രൂ ഇടാൻ പറ്റും, അല്ലാതെ പരിപാടി നടക്കുന്നില്ല. പിന്നെ ഇത് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 1500 RPM ആകുമ്പം ഇതിങ്ങനെ തന്നെ ആവും. കറക്റ്റ് 1500 RPM-ാണ്. ഞാൻ ആവശ്യമുള്ള വീഡിയോ കാണിച്ചു തരാം. ഇതാണിപ്പോൾ കറക്റ്റ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഐഡിലിങ്ങിലാക്കാൻ മാത്രമേ ഇതുകൊണ്ട് പറ്റുള്ളൂ. വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല. കറക്റ്റ് 1500 എന്താണെങ്കിലും മിസ്സിങ് തന്നെയാണ്. അത് മിസ്സിങ് തന്നെ അല്ല, വേറെ ഇതൊന്നുമില്ല. കറക്റ്റ് പുകയൊക്കെ വരും. ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ECM മാറ്റി വെച്ച് ഈ പ്രോബ്ലം മാറ്റുന്നതും കൂടെ കാണിച്ചു തരാം.